الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹാസദു വലാ തനാജശു വലാ തബാഗദു വലാ തദാബറു വലാ ബൈഅ ബഅദുകും അലാ ബൈഇ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യം പറയുന്നു, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. നമുക്കറിയാം, അസൂയ എന്ന് പറയുന്നത് നമ്മളുടെ അമലുകളെ വിറകിനെ തീ തിന്ന് നശിപ്പിക്കുന്നത് പോലെ നമ്മളുടെ അമലുകളെ അസൂയ നശിപ്പിക്കുമെന്നാണ്. അസൂയ എന്നുദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ അത് നശിച്ച് അത് എനിക്ക് ലഭിക്കണം എന്ന ഒരാഗ്രഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മുസ്ലിമിന് അങ്ങനെ ഉണ്ടാകേണ്ടതില്ല. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ എന്തും സംഭവിക്കുക. ഒരില അനങ്ങുന്നത് പോലും, ഒരാൾ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് എന്നുള്ളത് കൃത്യമായി അറിവുള്ളവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അസൂയക്ക് വിശ്വാസിയുടെ മനസ്സിൽ സ്ഥാനമില്ല. അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നു, വലാ തനാജശു. നജിഷ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ കച്ചവടത്തിലെല്ലാം ഒരാള് ഒരു വില പറയുമ്പോൾ അതിനേക്കാൾ കയറ്റി പറയുന്ന അവസ്ഥയാണ്. അതെന്തിനാണ്? വാങ്ങാൻ വേണ്ടിയിട്ടല്ല, വെറുതെ കയറ്റി പറയുക, അയാൾക്കത് കിട്ടാതിരിക്കാൻ വേണ്ടി, അതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നതിനാണ് നജിഷ് എന്ന് പറയുക. ആ നജിഷ് നിങ്ങൾ ചെയ്യരുത്. വെറുതെ പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഇതിൻ്റെ മേലെ കയറ്റി പറഞ്ഞ് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. മൂന്നാമതായി, വലാ തബാഗദു, നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാകരുത്. മനസ്സിൽ ഒരിക്കലും ഒരു തരി പോലും വിദ്വേഷം വെച്ചുകൊണ്ടാകരുത്, അല്ലെങ്കിൽ ഉൾപ്പക വെച്ചുകൊണ്ടാകരുത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ നാലാമതായി, വലാ തദാബറു. തദാബറു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളയാനാണ്. ഒരു സഹോദരന്റെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് അയാളെ ഒറ്റയ്ക്ക് വിട്ട് അയാളെ തിരിഞ്ഞു കളയുക, അയാളെ സഹായിക്കാതെ സഹകരിക്കാതെ തിരിഞ്ഞു കളയരുത്. വലാ ബൈഅ ബഅദുകും അലാ ബൈഇ ബഅദ്. നിങ്ങളിൽ ഒരാൾ കച്ചവടം ഉറപ്പിച്ചതിൻ്റെ മേലെ മറ്റൊരാൾ വന്നിട്ട് കച്ചവടം ഉറപ്പിക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിയാന്മാരായി നിങ്ങൾ മാറുക, സഹോദരങ്ങളായി. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ സഹോദരൻ തന്നെയാണ്. ലാ യദ്ലിമുഹു വലാ യഹ്ഖിറുഹു വലാ യഖ്ദുലുഹു അത്തഖ്വ ഹാഹുന. ലാ യദ്ലിമുഹു, അവൻ തൻ്റെ സഹോദരനെ ഗുൽമ ചെയ്യില്ല, ആക്രമിക്കില്ല. വലാ യഹ്ഖിറുഹു, ചെറുതായി കാണില്ല, നിസ്സാരനായി കാണില്ല. കൊച്ചാക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഒരിക്കലും ഒരു മുസ്ലിമിനെ, തൻ്റെ മുസ്ലിം സഹോദരനെ കൊച്ചായി കാണുന്ന അവസ്ഥ ഉണ്ടാകില്ല. വലാ യഖ്ദുലുഹു, അവനെ കൈയൊഴിക്കില്ല. അത്തഖ്വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ ഇവിടെയാണെന്ന് നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാണിക്കുകയാണ്. 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ആരുടെയെങ്കിലും പ്രവൃത്തിയോ താടിയോ മുടിയോ വസ്ത്രമോ ഇതൊന്നും നോക്കിയിട്ടല്ല തഖ്വ അളക്കുന്നത്. തഖ്വ ഉള്ളത് നെഞ്ചിന്റെ അകത്തുള്ള ഹൃദയത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ ആ തഖ്വ ഉള്ളതിന്റെ ലക്ഷണമായി ഒരു പക്ഷേ ഇതെല്ലാം ഇസ്ലാമിന്റെ അടയാളങ്ങൾ അയാളുടെ ശരീരത്തിൽ പ്രകടമായേക്കാം എന്നല്ലാതെ പുറമേക്കുള്ള ബാഹ്യമായിട്ടുള്ള രൂപങ്ങളിലൂടെയല്ല ഇസ്ലാമിൽ തഖ്വ മനസ്സിലാക്കുന്നത് എന്നാണ്. ഒരു മുസ്ലിമിന് ഷർറായിട്ട് എന്തു തന്നെ മതിയായതാകും തൻ്റെ സഹോദരനെ ഇഹ്തിഖാർ ചെയ്യുന്നത്, അതായത് കൊച്ചായി കാണുക. നമ്മൾ പറയാറില്ലേ, അയാള് അത്ര പോരാ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, അയാൾ അത്ര ചൊവ്വില്ല, ആ രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ വിചാരങ്ങളോ പോലും ഒരു മുസ്ലിമിനെ തൻ്റെ സഹോദരനെ കുറിച്ച് ഉണ്ടാകാൻ പാടില്ല. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർമുഹു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിൻ്റേത് ഹറാമാണ്. എന്തെല്ലാം? 1 ദമ്, അവൻ്റെ രക്തം; 2 ഒമാല്, അവൻ്റെ സമ്പത്ത്; 3 അവൻ്റെ അഭിമാനം. അതായത് രക്തം ചിന്താൻ പാടില്ല, അതുപോലെ അയാളുടെ സമ്പത്ത് അനർഹമായി സ്വീകരിക്കാൻ പാടില്ല. 3-മതായി അയാളുടെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല. എത്ര
എത്ര ബാധ്യതകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.